എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായുള്ള ഒരു കൊഴുക്കട്ടയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് കൊഴുക്കട്ട ശനിയാണ്. ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വലിയ നോമ്പിലെ അവസാനത്തെ ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ശനി എന്ന് വിളിക്കുന്നത്. ആദ്യം തന്നെ ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിലേക്ക് 1 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയത് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. ആ തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് അവലിടാം. വെള്ളയവലാണ് ഞങ്ങളിവിടെ ചേർക്കുന്നത്. അവലും തേങ്ങയും കൂടി നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയും അവലും ഒന്ന് ഡ്രൈ ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം ശർക്കര അതിൽ നിന്ന് ഒഴുകി പോകത്തില്ല വെന്ത് കഴിയുമ്പോൾ. സാധാരണ അല്ലാതെ ശർക്കര ചീകി ഇടുന്നതെങ്കിൽ വെന്ത് കഴിയുമ്പോൾ ശർക്കര ആ കൊഴുക്കട്ടയിൽ നിന്ന് ഒഴുകിപ്പോകും. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ പോകത്തില്ല. അതിലേക്ക് നമുക്ക് ജീരകവും ഏലക്കയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഫില്ലിങ്ങിന് തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഇവിടെ ഒഴിക്കുന്നത്. നന്നായി വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിപ്പൊടി നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഓരോ ബോളാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് അപ്പച്ചമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് നന്നായി ഒന്ന് ആവി വരണം. അങ്ങനെ ഇവിടെ കൊഴുക്കട്ട റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോകളെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം. വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.